ഞാൻ ഇതിലൊരു തിയറി ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഒന്ന് ബ്രാഞ്ച്. എന്താണ് ഒരു ബ്രാഞ്ച് എന്നുള്ളത്? എ ബ്രാഞ്ച് അറ്റ് എ വെർട്ടെക്സ് യു ഓഫ് എ ട്രീ ടി ഈസ് എ മാക്സിമൽ സബ് ട്രീ കണ്ടെയ്നിങ് യു ആസ് ആൻ എൻഡ് വെർട്ടെക്സ്. എന്താണ് ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? ഒരു ട്രീ ഉണ്ട്, ആ ട്രീയുടെ ഒരു വെർട്ടെക്സ് ആണ് യു എന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു വെർട്ടെക്സ് ആണ് യു എന്ന് വിചാരിക്കാം. യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്. ഇനി ഇത് എപ്പോഴാണ് ഒരു ബ്രാഞ്ച് എന്ന് പറയാ? ഇറ്റ് ഇസ് എ മാക്സിമൽ സബ് ട്രീ കണ്ടെയ്നിങ് യു ആസ് ആൻ എൻഡ് വെർട്ടെക്സ്. ഈ യു എന്ന് പറയുന്നത് എൻഡ് വെർട്ടെക്സ് ആയിട്ട് വരുന്ന സബ് ട്രീകൾ കംപ്ലീറ്റ് കൺസിഡർ ചെയ്യാം. മാക്സിമൽ ആയിട്ടുള്ള സബ് ട്രീകൾ, അതിനാണ് നമ്മൾ എന്ത് പറയാ? ബ്രാഞ്ച് എന്ന് പറയാം. ഇപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതാണ് യു എന്ന് പറയുന്ന എൻഡ് വെർട്ടെക്സ്. ഈ ഒരു വെർട്ടെക്സിനെയാണ് നമ്മൾ യു എന്ന് പറയുന്നത്. ഈ ഒരു വെർട്ടെക്സിന്റെ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ ഒരു വെർട്ടെക്സിന്റെ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ വെർട്ടെക്സ് എൻഡ് വെർട്ടെക്സ് ആയിട്ട് വരുന്ന സബ് ട്രീകൾ കൺസിഡർ ചെയ്യുക. ഏതൊക്കെ വരിക? B1, ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ B1 എന്ന് പറയുന്ന ഈ ഒരു ട്രീ വരും അല്ലെ? ഇതെന്താണ്? ഒരു സബ് ട്രീ ആണ്. ഈ സബ് ട്രീന്റെ B1ന്റെ ഒരു എൻഡ് വെർട്ടെക്സ് ആണ് യു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ B2 എന്ന് പറയുന്നത് അല്ലെ, ഇതും ഒരു B2 എന്ന് പറയുന്നതും ഒരു സബ് ട്രീ ആണ്. അതിന്റെ ഒരു എൻഡ് വെർട്ടെക്സ് ആണ് യു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ B3, അതായത് ഈ രണ്ടെണ്ണം മാത്രമല്ല, ഇതും ഒരു സബ് ട്രീ ആണ്. അതിന്റെ ഒരു എൻഡ് വെർട്ടെക്സ് ആണ് യു. അപ്പൊ ഈ യുക്ക് എത്ര ബ്രാഞ്ചുകൾ ഉണ്ട്? 3 ബ്രാഞ്ചുകൾ ഉണ്ട്. B1, B2, B3 എന്ന് പറയുന്ന 3 ബ്രാഞ്ചുകൾ ഉണ്ട്. അപ്പൊ അതാണ് എന്ത്? ഒരു ട്രീയുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോ എ ബ്രാഞ്ച് അറ്റ് എ വെർട്ടെക്സ് യു. ബ്രാഞ്ച് നമ്മൾ എവിടെ ഡിഫൈൻ ചെയ്യുക? അറ്റ് എ വെർട്ടെക്സ്. ഒരു വെർട്ടെക്സിലാണ് ബ്രാഞ്ച് ഡിഫൈൻ ചെയ്യുക. ഓഫ് എ ട്രീ ടി ഈസ് ദി മാക്സിമൽ സബ് ട്രീ കണ്ടെയ്നിങ് യു ആസ് ആൻ എൻഡ് വെർട്ടെക്സ്. യു എൻഡ് വെർട്ടെക്സ് ആയിട്ട് വരുന്ന രീതിയിലുള്ള മാക്സിമൽ ആയിട്ട് വരുന്ന സബ് ട്രീകളെയാണ് നമ്മൾ എന്ത് പറയാം? ബ്രാഞ്ചുകൾ എന്ന് പറയാം. ഇനി അടുത്തത് വെയിറ്റ്. ദ വെയിറ്റ് ഓഫ് എ വെർട്ടെക്സ് യു ഓഫ് ടി ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എനി ബ്രാഞ്ച് അറ്റ് യു. എന്താ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ? ദ വെയിറ്റ് ഓഫ് എ വെർട്ടെക്സ് യു ഓഫ് ടി ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എനി ബ്രാഞ്ചസ് അറ്റ് യു. യുവിൽ വരുന്ന മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ്, അതിനാണ് നമ്മൾ എന്ത് പറയാ? വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന് നമുക്ക് നമ്പർ ഓഫ് എഡ്ജസ്, B1ൽ എത്ര എഡ്ജുകൾ ഉണ്ട്? 3 എണ്ണം വരുന്നുണ്ട്. B2ൽ എത്ര എണ്ണം വരുന്നുണ്ട്? 4 എണ്ണം വരുന്നുണ്ട്. B3ൽ എത്ര എണ്ണം വരുന്നുണ്ട്? 1 വരുന്നുണ്ട്. അപ്പൊ ഈ വെയിറ്റ് ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എനി ബ്രാഞ്ച് അറ്റ് യു. അതിൽ വരുന്ന മാക്സിമം നമ്പർ ഓഫ് എഡ്ജസിനെയാണ് നമ്മൾ എന്താ പറയാ? അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൻട്രോയിഡ് വെർട്ടെക്സ്. എന്താണ് സെൻട്രോയിഡ് വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ വെർട്ടെക്സ് V is a centroid vertex of T if V has minimum weight. മിനിമം വെയിറ്റ് വരുന്ന വെർട്ടെക്സുകളാണ് എന്ത് നമ്മൾ സെൻട്രോയിഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഗ്രാഫ് നോക്കുക, ഇത് യു എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്. ഇതിലെ ഓരോ വെർട്ടെക്സിനും നമ്മൾ ഓരോ പേര് കൊടുക്കാൻ നോക്കുക. U1, U2, U3, U4 എന്ന് പറഞ്ഞിട്ട് പേരുകൾ കൊടുക്കുക. എന്നിട്ട് ഈ ഓരോ വെർട്ടെക്സിന്റെയും വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ വെയിറ്റുകളിലെ ഏറ്റവും മിനിമം വെയിറ്റ് വരുന്ന വെർട്ടെക്സ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെൻട്രോയിഡ് വെർട്ടെക്സ് എന്ന് പറയാം. അപ്പൊ ഈ വെയിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചു, ബ്രാഞ്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിച്ചു. അപ്പോൾ ബ്രാഞ്ച് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വെയിറ്റ് ഓരോ വെർട്ടെക്സിന്റെ വെയിറ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിലെ ഏറ്റവും മിനിമം വെയിറ്റ് വരുന്ന വെർട്ടെക്സ് ഏതാണോ അതാണ് സെൻട്രോയിഡ് വെർട്ടെക്സ്. ഇനി ഇങ്ങനെയുള്ള ഒരു ഗ്രാഫിലുള്ള എല്ലാ സെൻട്രോയിഡ് വെർട്ടെക്സുകളുടെയും കളക്ഷൻ അല്ലെങ്കിൽ ഒരു സെറ്റ്, ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? സെൻട്രോയിഡ് ഓഫ് ടി എന്ന് പറയാം. സെൻട്രോയിഡ് ഓഫ് ടി. ഇത്രയാണ് ഡെഫിനിഷൻസ് വരുന്നത്. ഇനി റിമാർക്ക് ഉണ്ട്, ഇത് നിങ്ങൾ വായിച്ചു നോക്കാം. ആസ് ഇൻ ദ കേസ് ഓഫ് centers, any tree has a centroid consisting of either two adjacent vertices or a single vertex. Already prove ചെയ്താണ്. But there is no relation between the center and centroid of a tree either with regard to the number of vertices or with regard to their location. ജസ്റ്റ് റിമാർക്ക് ആയിട്ടാണ് വരുന്നത്. അതുപോലെ എന്ത് ചെയ്യുക? ഈ രണ്ട് ഹോംവർക്കുകളും ചെയ്തിട്ട് വരിക. ഫസ്റ്റ് വൺ, ഷോ ദാറ്റ് ഡിസ്റ്റിങ് eccentricities of the vertices of a connected graph G from a set of consecutive integers starting from the radius of G and ending in the diameter of G. രണ്ടാമത്തത്, give an example of, ഈ താഴെ പറയുന്ന ഇതിനൊക്കെ എന്ത് എക്സാമ്പിൾ കൊടുക്കുക. A tree with just one central vertex
that is also a centroidal vertex. അതുപോലെ a tree with two central vertices, one of which is also a centroidal vertex. A tree with two centroidal vertex, one of which is also a central vertex. A tree with two central vertices, both of which are also centroidal vertex. Last one, a tree with disjoint center and centroid. ഈ രീതിയിലുള്ള ഓരോ ഗ്രാഫുകൾ എക്സാമ്പിൾ ആയിട്ട് വരയ്ക്കുക. അതുപോലെ ലാസ്റ്റ് ഹോംവർക്ക് ആയിട്ട് ഫൈൻഡ് ഔട്ട് ദ വെയ്റ്റ്സ് ഓഫ് ഓൾ വെർട്ടിസസ് ഓഫ് ദ എബൌട്ട് ട്രീ. ഈ ഒരു ട്രീയുടെ എന്താ പറയുക ഓരോ വെർട്ടക്സിന്റെയും വെയിറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിലുള്ളത്.